ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ദളിതർ, റോഹിംഗ്യൻ അഭയാർത്ഥികൾ, ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ എന്നിവർ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലും വംശീയ വിവേചനങ്ങളിലും കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. യുഎന്നിന്റെ വംശീയ വിവേചന നിർമ്മാർജ്ജനത്തിനായുള്ള സമിതി UN കമ്മിറ്റി ഓൺ ദി എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് ഇതു സംബന്ധിച്ച നിർണായക റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2007 ശേഷം ആദ്യമായാണ് ഇന്ത്യയിലെ വംശീയ വിവേചനവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ UN സമിതി പരിശോധിക്കുന്നത്. 18 അംഗങ്ങൾ അടങ്ങുന്ന വിദഗ്ധ സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ രാജ്യത്തെ നിയമപാലകരിൽ നിന്നും ഭരണകൂട സംവിധാനങ്ങളിൽ നിന്നും ന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഗുരുതരമായ വിവരങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ദളിത് ജനവിഭാഗങ്ങൾ, തദ്ദേശീയരായ ഗോത്രവർഗ്ഗക്കാർ, വംശീയവും മതപരവുമായ ന്യൂനപക്ഷങ്ങൾ എന്നിവർ വംശീയ ആക്രമണങ്ങൾക്കും നിയമപാലകരുടെ കടുത്ത അതിക്രമങ്ങൾക്കും ഇരയാകുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, നിയമപരമായ വിചാരണയില്ലാത്ത ദീർഘകാല തടങ്കലുകൾ, കസ്റ്റഡി പീഡനങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിലുള്ള മുഴുവൻ ആരോപണങ്ങളിലും നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ UN ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളെയും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള നിയമ നടപടികളിൽ ഉണ്ടായ വർധനവ് സംബന്ധിച്ചും സമിതി ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പോലീസിന്റെ പരിശോധനകളിലും റെയ്ഡുകളിലും കൃത്യമായ വംശീയ വർഗീകരണം അഥവാ റേഷ്യൽ പ്രൊഫൈലിംഗ് നടക്കുന്നുണ്ടെന്നും ഇത് കാരണം നിരപരാധികൾ വ്യാജമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും തടങ്കലിൽ പാർപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. ഈ നടപടികൾക്ക് പ്രധാനമായും 2 പശ്ചാത്തലങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, 2017 ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ്. അനധികൃത കുടിയേറ്റക്കാരായി റോഹിംഗ്യൻസിനെ കണ്ട് അവരെ നാടുകടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയ ഉത്തരവാണിത്. രണ്ടാമതായി, 2025 ഏപ്രിലിൽ കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ബംഗാളിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കിയതും ഈ നടപടികൾ വർദ്ധിക്കാൻ കാരണമായി. മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രിൻസിപ്പിൾസ് പാലിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് UN സമിതി ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം രാജ്യത്ത് പീഡനങ്ങളും ജീവന് ഭീഷണിയും നേരിടുന്ന അഭയാർത്ഥികളെ അവരുടെ സമ്മതമില്ലാതെ ബലമായി തിരിച്ചയക്കരുത് എന്നാണ് അന്താരാഷ്ട്ര നിയമം. ഇത്തരത്തിലുള്ള കൂട്ടനാടുകടത്തലുകൾ ഇന്ത്യ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര സംരക്ഷണം ആവശ്യമുള്ളവർക്ക് അത് ഉറപ്പാക്കണമെന്നും സമിതി ആവശ്യപ്പെടുന്നു. ഇതിനു പുറമെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഹേറ്റ് സ്പീച്ച്, ഹേറ്റ് ക്രൈംസ് എന്നിവ തടയാൻ ഇന്ത്യ അടിയന്തരമായി ഇടപെടണമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിതയിൽ വംശീയ പ്രേരണകളെ ഒരു ഗുരുതര കുറ്റകൃത്യമായി പ്രത്യേകം പരിഗണിക്കുന്നതിലെ പോരായ്മകളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UN സമിതി മുന്നോട്ട് വെച്ച മറ്റ് പ്രധാന ശുപാർശകളിൽ പൗരത്വ ഭേദഗതി നിയമം പുനഃപരിശോധിക്കാനും ദേശീയ പൗരത്വ രജിസ്റ്റർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം 1954ലെയും 61ലെയും അഭയാർത്ഥിത്വ പദവി സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഇന്ത്യ ഒപ്പുവെക്കണമെന്നും ഗ്രേറ്റ് നിക്കോബാർ പോലുള്ള തദ്ദേശീയ ഗോത്ര മേഖലകളിൽ അവരുടെ മുൻകൂർ സമ്മതമില്ലാതെ നടപ്പിലാക്കുന്ന വൻകിട വികസന പദ്ധതികൾ നിർത്തിവെക്കണമെന്നും സമിതി ആവശ്യപ്പെടുന്നു. കൂടാതെ സന്നദ്ധ സംഘടനകളുടെ സാമ്പത്തിക ഉറവിടങ്ങൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള FCRA ലൈസൻസ് റദ്ദാക്കൽ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും സമിതി വ്യക്തമാക്കുന്നു. ഇന്ത്യയെ കൂടാതെ ഫിൻലാൻഡ്, ഹോണ്ടുറാസ്, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ സ്ഥിതിഗതികളും വിലയിരുത്തിയ ശേഷമാണ് UN സമിതി ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്.